സാന്ത്വനത്തിലെ അഞ്ജലിയുടെയും ശിവന്റെയും കടയിലെ സഹായി പെൺകുട്ടി. ബിസിനസ് തുടങ്ങിയതിനു പിന്നാലെ ഗർഭിണിയായ അഞ്ജലി വിശ്രമത്തിനായി വീട്ടിലിരിക്കാൻ തുടങ്ങിയതോടെയാണ് കൺമണി എന്ന കഥാപാത്രവും ശ്രദ്ധ നേടിത്തുടങ്ങിയത്. അതിവേഗം പ്രേക്ഷക മനസ്സുകളിലേക്ക് ഇടം നേടിയ ആ കൺമണിയായി എത്തിയത് സീരിയൽ നടി ശരണ്യ വിശാഖ് ആയിരുന്നു. വിവാഹം കഴിച്ച് കുടുംബിനിയായി നിൽക്കവെയാണ് സീരിയലിലേക്ക് ശരണ്യ എത്തിയതും തിളങ്ങിയതും. ശരണ്യയുടെ അഭിനയമോഹങ്ങൾക്ക് ഏറ്റവും അധികം പിന്തുണ നൽകിയത് ഭർത്താവ് വിശാഖും കുടുംബവും ആയിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇപ്പോഴിതാ ശരണ്യയെ സ്നേഹിച്ചിരുന്ന ആരാധകരുടെ മനസ്സ് മുഴുവൻ നീറ്റുന്ന വാർത്തയാണ് താരം മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചത്. അതൊരു മരണവാർത്തയാണ്. ഭർതൃവീട്ടിലുണ്ടായ അപ്രതീക്ഷിത വിയോഗം ഭർത്താവ് വിശാഖിന്റെ ചേട്ടൻ വിഷ്ണുവിൻ്റെതാണ്. വെറും 34 വയസ്സ് മാത്രമായിരുന്നു ചേട്ടന്റെ പ്രായം. തിരുനെൽവേലിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിലാണ് വിഷ്ണു മരണത്തിനു കീഴടങ്ങിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് വിഷ്ണു തീവണ്ടിയിൽ നാഗർകോവിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി. തുടർന്ന് ഉറക്കമുണർന്നപ്പോൾ തൊട്ടടുത്ത സ്റ്റേഷനായ തിരുനെൽവേലിയിലാണ് ഇറങ്ങിയത്. അവിടെ ഇറങ്ങി വീണ്ടും ബസ് കയറി നാഗർകോവിലേക്ക് വരാനായിരുന്നു പ്ലാൻ. തുടർന്ന് തിരുനെൽവേലിയിൽ നിന്നും റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പാഞ്ഞെത്തിയ ബസ് ഇടിക്കുകയായിരുന്നു. തൽക്ഷണം മരിച്ച വിഷ്ണുവിന്റെ മൃതദേഹം പരിശോധനയ്ക്ക് ശേഷമാണ് നാട്ടിലെത്തിച്ചത്. തുടർന്ന് ചൊവ്വാഴ്ച ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ചേട്ടന്റെ മരണത്തിൽ നെഞ്ചുപൊട്ടിയാണ് ശരണ്യ ഒരു കുറിപ്പ് പങ്കുവച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ വാഹനാപകടത്തെ തുടർന്ന് മരണപ്പെട്ടു. ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടി ഇപ്പോൾ ഞങ്ങൾ കടന്നു പോവുകയാണ്. മരണവിവരം അറിഞ്ഞ് ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നവർക്ക് നന്ദി എന്നാണ് ശരണ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഒപ്പം ചേട്ടൻ്റെ ഒരു ഫോട്ടോയും ചരമ അറിയിപ്പിൻ്റെ ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. നേമം ശാന്തിവിളയിലാണ് വിഷ്ണുവും ഭാര്യയും മകനും താമസിച്ചിരുന്നത്. സിനിമാ തിയേറ്റർ ജീവനക്കാരനായ വിഷ്ണു കുരുമി വിശാഖ് ഭവനിൽ ബാബു തമ്പിയുടെയും ഇന്ദിരാദേവിയുടെയും മകനാണ്. ഗോപികയാണ് ഭാര്യ. ആദിദേവ് മകനാണ്. തൻ്റെ ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും സങ്കടങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന നടിയാണ് ശരണ്യ വിശാഖ്. മുമ്പ് സ്റ്റാർ മാജിക് നിർത്താൻ പോകുന്ന വിവരവും ആദ്യമായി ശരണ്യയാണ് പങ്കുവച്ചത്. കടുത്ത വിജയ് ആരാധികയായിരുന്ന ഒരു സാധാരണക്കാരി പെൺകുട്ടിയായിരുന്നു ശരണ്യ. അങ്ങനെ ഒരു ദിവസമാണ് തൻ്റെ ഇഷ്ടനായകനായ വിജയിയെ ശരണ്യ കണ്ടുമുട്ടിയത്. ഒരുമിച്ചൊരു ചിത്രമെടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അതോടെയാണ് ശരണ്യ വൈറലായി മാറിയത്. അന്നത്തെ ആ ശരണ്യയാണ് പിന്നീട് സാന്ത്വനത്തിലെ അഞ്ജലിയുടെയും ശിവന്റെയും കടയിലെ സഹായി പെൺകുട്ടിയായി എത്തിയ കൺമണി. തിരുവനന്തപുരംകാരിയാണ് ഈ നടി. തുടർന്ന് സാന്ത്വനം 2-വിലും ശരണ്യ എത്തിയിരുന്നു. കൗമുദി ചാനലിലെ വസുധ എന്ന സീരിയലിൽ അഭിനയിക്കുന്നതിനിടെയാണ് ശരണ്യ ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക്കിലേക്കും എത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.